ഹലോ നമസ്കാരം. വെൽക്കം ബാക്ക്. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു പ്രമുഖ പത്രത്തിൽ വന്നിട്ടുള്ള LDC തിരുവനന്തപുരം പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് പറയാനാണ്. ഇതൊരിക്കലും 100% ശരിയാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഇത് അവരുടെ അനാലിസിസ് വഴി അവർ പറയുന്നൊരു കട്ട് ഓഫാണ്. അപ്പോൾ ഈ ഒരു കട്ട് ഓഫ് കണ്ട് എല്ലാവരും പേടിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു കട്ട് ഓഫ് കണ്ട് സന്തോഷിക്കാനോ വരണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല എങ്ങനെയാണ് PSCയുടെ കട്ട് ഓഫ് അവസാനം വരിക എന്നത്. അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളോട് ആദ്യമേ പറയുകയാണ്, നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ജസ്റ്റ് ഒന്ന് കേൾക്കുക, ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇപ്പോഴേ തന്നെ നല്ല രീതിയിൽ പഠനം തുടരുക. എന്നിരുന്നാലും നമുക്കൊന്ന് നോക്കാം ഈ ഒരു പ്രമുഖ പത്രത്തിൽ വന്നിട്ടുള്ള ഈ ഒരു പരീക്ഷയെക്കുറിച്ചുള്ള അനാലിസിസ് എന്താണെന്ന്. ജൂലൈ 27 നടന്ന തിരുവനന്തപുരം ജില്ലയിലെ പരീക്ഷയോട് ഉദ്യോഗാർത്ഥികളുടെ ആദ്യ പ്രതികരണം ഇതായിരുന്നു. അതായത് കടുകട്ടി ചോദ്യങ്ങൾ കൊണ്ട് ഞെട്ടിച്ചില്ല, അതുപോലെ തന്നെ ആത്മവിശ്വാസം കെടുത്തിയതുമില്ല എന്നാണ് പറയുന്നത്. വേറിട്ട ചോദ്യങ്ങളുടെ എണ്ണം പൊതുവെ കുറവായിരുന്നതിനാൽ ശരാശരി തയ്യാറെടുപ്പ് നടത്തിയവർക്ക് പോലും ആശ്വാസം പകരുന്നതായിരുന്നു പരീക്ഷ. നമുക്ക് നോക്കാം. പൊതുവിജ്ഞാനത്തിൻ്റെ ഭാഗത്തിൽ അവർ പറയുന്നത്, പൊതുവിജ്ഞാന വിഭാഗത്തിൽ സാമ്പത്തിക ശാസ്ത്രം, ഭരണഘടനാ ഭാഗങ്ങളിലെ ചോദ്യങ്ങൾ അല്പം ആഴത്തിൽ പഠിച്ചവർക്ക് ഉത്തരം കണ്ടെത്താവുന്ന വിധത്തിലുള്ളതായിരുന്നു. റാങ്ക് നിർണ്ണയിക്കുന്നതിൽ ഈ ചോദ്യങ്ങൾക്ക് നിർണായക പങ്ക് വഹിക്കുമെന്ന് ഉറപ്പാണ്. ശാസ്ത്ര വിഭാഗത്തിൽ 1-2 ചോദ്യങ്ങൾ ഒഴികെ കാര്യമായ വെല്ലുവിളി ബാക്കിയുള്ള ചോദ്യങ്ങൾ ഉയർത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ കലാസാഹിത്യ വിഭാഗത്തിൽ മുഹീദ്ദീൻ മാലയിൽ നിന്ന് വന്ന വരികൾ പലരെയും കുഴക്കിയിട്ടുണ്ടാവും എന്ന് പറയുന്നു. പൊതുവിജ്ഞാനത്തിലെ 30ഓളം ചോദ്യങ്ങൾ പ്രസ്താവനാ രീതിയിലുള്ളതായിരുന്നു. എന്നാൽ മിക്ക ചോദ്യങ്ങളും ഉത്തരത്തിലേക്ക് എത്താവുന്ന രീതിയിലുള്ള ഓപ്ഷനോട് കൂടെ ആയതിനാൽ കാര്യമായി ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നില്ല. കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിലെ 2-3 ചോദ്യം ഒഴികെയുള്ളവ എല്ലാവർക്കും ഉത്തരം കണ്ടെത്താവുന്ന വിധമുള്ളതാണ്. ഒരു ചോദ്യം ആവർത്തിച്ചതും ഒരു ചോദ്യത്തിന് ഓപ്ഷനിൽ ഉത്തരമില്ലാത്തതും കല്ലുകടിയായി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗണിതം, മാനസികശേഷി, ഇംഗ്ലീഷ് വിഭാഗത്തിലെ ചോദ്യങ്ങൾ വളരെ ലളിതമായിരുന്നു. 1-2 ചോദ്യങ്ങൾ മാറ്റി നിർത്തിയാൽ ഇതിൽ ശരാശരിക്കാർക്ക് പോലും മുഴുവൻ മാർക്ക് നേടാം. ഈ പരീക്ഷയിലെ മറ്റു വിഷയങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിച്ച ഭാഗം മലയാളമാവാനാണ് സാധ്യത. ആശയക്കുഴപ്പമുണ്ടാക്കി നെഗറ്റീവ് മാർക്കിലേക്ക് നയിക്കാവുന്ന ഏതാനും ചോദ്യങ്ങൾ ഈ ഭാഗത്ത് ഇടം പിടിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പട്ടികയുടെ വലുപ്പവും അതുപോലെ തന്നെ പരീക്ഷയുടെ നിലവാരവും വിലയിരുത്തിയാൽ കട്ട് ഓഫ് മാർക്ക് ഇവർ പറയുന്നത് 58 മുതൽ 68 വരെയുള്ള റേഞ്ചിലോട്ട് എത്താനാണ് സാധ്യത എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊരിക്കലും 100% ശരിയാവാൻ സാധ്യത അല്ലെങ്കിൽ തെറ്റാവാനും സാധ്യതയില്ല. കാരണം ഇത് ഇവരുടേതായിട്ടുള്ള അസംഷൻസ് മാത്രമാണ്. നമുക്കറിയില്ല എഴുതിയ ഉദ്യോഗാർത്ഥികൾ ആ സമയത്ത് എങ്ങനെയാണ് പരീക്ഷാളിൽ പെർഫോമൻസ് ചെയ്തത് എന്നതിനനുസരിച്ചിരിക്കും PSCയുടെ കട്ട് ഓഫ്. അത് അന്തിമമായിട്ട് തീരുമാനമെടുക്കുന്ന കട്ട് ഓഫാണ്. എന്നിരുന്നാലും ഇവർ പറയുന്നത് പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് മാർക്ക് 58 മുതൽ 68 മാർക്കിന് ഇടയിലാണ്. യോഗ്യത SSLC ആണെങ്കിലും ബിരുദതല പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മുൻതൂക്കം നൽകുന്ന ചോദ്യങ്ങളാണ് പൊതുവെ കാണുന്നത്. 40% ചോദ്യങ്ങൾ ഈ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നവയാണ്. ഇനി വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഇതുകൂടി മനസ്സിൽ വെച്ച് തയ്യാറെടുപ്പ് നടത്തേണ്ടതാണ് എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ